എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തങ്കം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ നന്ദി. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ പച്ചടിയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: മത്തങ്ങ, നാളികേരം, തൈര്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കടുക്, കരിവേപ്പില, പച്ചമുളക്, വെളിച്ചെണ്ണ. ഇത്രയും വേണ്ടു. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. എന്നാൽ ആദ്യം മത്തങ്ങ. ഞാൻ അതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കും. ഇതൊന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിടാം. ഇനി ഇതിൽ അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ: 1 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ അരമുറി മുഴുവനില്ല കേട്ടോ, കുറച്ചിട്ട് വെച്ചിട്ടുണ്ട്. ആ നാളികേരം, പിന്നെ എരിവ് എന്ന് പറഞ്ഞാൽ പച്ചമുളകാണ്, ചുവന്ന മുളക് ഇടില്ല. ഒരു എരിവിനനുസരിച്ച്, നമ്മുടെ കുടുംബത്തിൻ്റെ ഇതിനനുസരിച്ച് എരിവിനനുസരിച്ച് ഇടുക. ഇത് വലിയ എരിവില്ലാത്ത മുളകാണ്, അത് കാരണം ഞാൻ ഒരു 5-6 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇതാണ് നാളികേരവും തൈരും കൂടി അരച്ചത്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചടി ആവണമെങ്കിൽ പച്ചയ്ക്ക് കടുക് അരയ്ക്കണം. ഇതിൽ പച്ചമുളക്, നാളികേരവും തൈരും ഇട്ടത്. പച്ചടി ആവണമെങ്കിൽ കടുകിൻ്റെ സ്വാദ് നല്ലോണം വേണം. ഇനി ഇത് ഒന്ന് ഒറ്റടി അടിച്ചാൽ മതി. ഇതാണ് കടുകും കൂടി ഇട്ട് അരച്ചപ്പോഴത്തെ കടുക് ഇങ്ങനെ നുറുങ്ങിയിട്ട് അരഞ്ഞ് കിടക്കണില്ലേ. നമുക്ക് മത്തങ്ങ എന്തായി നോക്കാം. മത്തങ്ങ വെന്തു. ഇത് ഓഫ് ചെയ്യാത്ത ഉപ്പിട്ടു. ഇനി ഒന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് മത്തങ്ങ വേവിച്ചു. ഇതൊന്ന് ചൂടാറട്ടെ. എന്നിട്ട് കടുക് അത് അരച്ചത് ചേർക്കുക, കടുക് വറുക്കുക. ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെക്കട്ടെ കേട്ടോ. അത് നമുക്ക് അതിൽ വറവിടാനുള്ള ഇത് വെക്കാം. ഗ്യാസ് കത്തിച്ചു, ഫ്രൈ പാൻ വെച്ചു. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. കുറച്ച് മതി. അതുമാതിരി ഒരു 1/2 ടീസ്പൂൺ കടുക്, വറ്റൽമുളക് 2 എണ്ണമൊക്കെ ഇട്ടാൽ മതി. ഒരു ഭംഗിക്കാണ് കേട്ടോ അത്. കരിവേപ്പില. നമ്മളതിൽ കടുക് അരച്ചിട്ടുണ്ടല്ലോ, അത് പൊട്ടട്ടെ. ഇനി നമുക്ക് ഈ അരച്ചത് ഇതിൽ ചേർക്കാം. ഒന്ന് ചൂടാറിയിരിക്കുന്നു. കടുക് പൊട്ടിക്കഴിഞ്ഞു. അതും കൂടി ഇതിൽ ചേർക്കാം. ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ മത്തങ്ങ പച്ചടി. ഇത് ലാസ്റ്റിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു, ആ കടുകിൻ്റെ കുത്തൊന്ന് പോവാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നന്നായിട്ടുണ്ട്. പച്ചടിയുടെ ആ കടുകിൻ്റെ ടേസ്റ്റും അത് മധുരവും എല്ലാം നന്നായിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക.